സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായിക്കെതിരെ ഷൂ എറിഞ്ഞതിനെതിരെ ന്യായീകരിക്കുകയും കലാപാഹ്വാനം നടത്തുകയും ചെയ്യുന്നതിൽ കേസെടുക്കണമെന്ന് PDP നേതാക്കൾ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിന്റെ ഇരിക്കുന്ന ഒരു ഉന്നതാധികാര ഭരണഘടനാ സ്ഥാപനത്തിൽ ഇരിക്കുന്ന ഒരാളോട് RSS സ്വഭാവം എന്തെന്ന് വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തുന്നതാണ് ആ കണ്ടത്. മോഹൻദാസ് RSSന്റെ സൈദ്ധാന്തികനാണ് പോലും. അദ്ദേഹത്തിനെതിരെ കേസെടുക്കണം എന്നാണ് PDPക്ക് പറയാനുള്ളത്. കേരളത്തിൽ അപകടകരമായ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് പദ്ധതിയൊരുങ്ങുകയാണെന്ന് PDP നേതാക്കൾ പറഞ്ഞു. CPM RSS ബന്ധം നിരന്തരം ആരോപിച്ച് ഇടതുമുന്നണിക്കെതിരെ പൊതുബോധം സൃഷ്ടിക്കാനും അധികാരത്തിൽ തിരിച്ചെത്താൻ UDF നേതൃത്വം RSSുമായി ചേർന്ന് പദ്ധതികൾ ആവിഷ്കരിക്കുകയാണെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയ വനവാസം അവസാനിപ്പിച്ച് സംസ്ഥാനത്ത് സജീവമാകാൻ കോൺഗ്രസ് എടുത്തിട്ടുള്ള തീരുമാനം BJPയുമായുള്ള ധാരണകൾ രൂപപ്പെടുത്താനാണെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തൊട്ടാകെ പാർട്ടി ഒറ്റയ്ക്കും യോജിക്കാൻ കഴിയുന്ന പാർട്ടികളുമായും പ്രാദേശിക സംവിധാനങ്ങൾ ഒരുക്കിയും പരമാവധി വാർഡുകളിൽ മത്സര സജ്ജമാകും. ഒക്ടോബർ 5 മുതൽ 14 വരെ പാർട്ടി സംസ്ഥാന നേതാക്കൾ നടത്തുന്ന സമ്പർക്ക യാത്രയ്ക്ക് തുടക്കമായി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ശക്തി തെളിയിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും PDP വൈസ് ചെയർമാൻ TA മുഹമ്മദ് ബിലാൽ, ഇബ്രാഹിം തിരൂരങ്ങാടി, സക്കീർ പരപ്പനങ്ങാടി, റസൽ നന്ദി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സോപാന സംഗീത സഭയുടെ 4ാം വാർഷികം ഒക്ടോബർ 11 ശനിയാഴ്ച നടക്കും.